18ാം ലോക്സഭയുടെ തുടക്കം 17ഉം 16ഉം ലോക്സഭയിൽ നിന്ന് തുലോം വ്യത്യസ്തമായിരുന്നു. തോൽക്കുമെന്നുറപ്പുണ്ടായിട്ടും സ്പീക്കർ പദവിയിലേക്ക് സഭാ ചരിത്രത്തിൽ അപൂർവമായി ഒരു മത്സരം നടന്നു. ഒരു വോട്ടെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും ശബ്ദ വോട്ടോടെ ഓം ബിർള വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. പലർക്കും തോന്നിക്കാണും, തോൽക്കുമെന്നറിഞ്ഞിട്ടും എന്തിനായിരുന്നു ഇങ്ങനൊരു മത്സരം? ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരസിച്ചതിന്റെ പ്രതിഷേധമായിരുന്നു ഇതെന്ന് വേണം നമുക്ക് കരുതാൻ. സാധാരണ ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഭരണകക്ഷിയുടെ പ്രതിനിധിക്കാണ്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിനാണെന്നതാണ് കീഴ്വഴക്കവും. കഴിഞ്ഞ 5 വർഷം സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലായിരുന്നു. സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തെ സമീപിച്ച BJP നേതാക്കളോട് ഒറ്റ കാര്യമേ ഇപ്പുറത്തുള്ളവർ ആവശ്യപ്പെട്ടുള്ളൂ: സ്പീക്കറെ പിന്തുണയ്ക്കാം, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് നൽകണം. പക്ഷെ ഇതിന് BJP നേതൃത്വം തയ്യാറാവാതെ വന്നതോടെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടന്നത്.